Hey guys, welcome back to our channel Mikaz Gaming. Guys, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ മൈൻക്രാഫ്റ്റിലെ ഐലൻഡ് സർവൈവൽ ആണ് ഗൈസ്. ഗൈസ് എന്നിട്ട് നിങ്ങൾ അഡ്വാൻസ് എടുക്കുക ഷോക്ക് ഗൈസ്. എന്നിട്ട് ഇതാണ് നമ്മുടെ സീഡ് ഗൈസ്. അപ്പോൾ ഇതൊരു ഹാർഡ് കോർ സീരീസ് ആയിരിക്കും. അത് മാത്രമല്ല നമ്മളൊരു 100 days ആയിരിക്കും ഗൈസ് നമ്മൾ ഈ വേൾഡിനകത്ത് കളിക്കാൻ പോകുന്ന. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് നിർത്തും ഗൈസ്. ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ഐലൻഡ്. ഈ ഐലൻഡിൻ്റെ ആറ്റം തൊട്ട് ഈ അറ്റം വരെയുള്ളതാണ് ഗൈസിൻ്റെ ആപ്പുള്ള ഒരു ഡിസ്റ്റൻസ് ഗൈസ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ ഐലൻഡിൻ്റെ അടുത്തായിട്ട് വേറെ ഒരു ലാൻഡും ഇല്ല, ഒരു ഐലൻഡും ഇല്ല ഗൈസ്. അത് മാത്രമല്ല ഗൈസ്, നമ്മൾ ഈ ഐലൻഡ് ഇങ്ങനെയാക്കും അറ്റ് ലാസ്റ്റ് ഇങ്ങനെയാക്കും ഗൈസ്. ഗൈസ് അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റത്തെ മരം വെട്ടി മാറ്റി വെച്ചേക്കാം. നമ്മുടെ സൂചിയെന്ന് പറയുന്ന പോലെ നമുക്ക് ആ മരം മാറ്റി വെക്കാം ഗൈസ്. മാറ്റി വെക്കണം ഗൈസ്. പിന്നെ നമ്മുടെ ഈ വീടിനകത്ത് ഒരു 3 ഗോൾ കാണും ഗൈസ് നമ്മുടെ ഈ സീരീസിനകത്ത്. അപ്പം ഫസ്റ്റ് ഗോള് ഐലൻഡ് എക്സ്പാൻഡ്, സെക്കൻഡ് ഗോള് ഡയമണ്ട് ആർമറും ഡയമണ്ട് ടൂൾസും, തേർഡ് ഗോള് ഡ്രാഗനൊക്കെ ഉള്ള ഗൈസ്. അതാണ് നമ്മുടെ 3 ഗോൾസ് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്രാഫ്റ്റിനുകൾ ഉണ്ടാക്കും ഗൈസ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് വുഡൻ പിക്കാക്സ് ഉണ്ടാക്കും ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിനകത്ത് നമുക്ക് 5 ഗോള് കാണും ഗൈസ്, 5 ഗോൾസ് ഗൈസ്. കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു കുഴി വെച്ച് നമുക്ക് സ്റ്റോൺ ടൂൾസ് ഇട്ട് മാറാൻ വേണ്ടിയുള്ള സ്റ്റോൺ എടുക്കാം ഗൈസ്. അപ്പം നമുക്ക് ഗൈസ് ഞാൻ കുഴിച്ച് ഇപ്പം ഇതാണ് നമ്മുടെ ഒരു ചെറിയ നമുക്ക് അത്യാവശ്യം വേണ്ട സ്റ്റോണിനുള്ള കുഴി ഗൈസ്. നമുക്ക് ഈ മേലോട്ട് സ്ട്രിപ്പ് ചെയ്യാം ഗൈസ്. നമുക്കിട്ട് ബ്ലോക്ക് വെച്ച് മേടിക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഗോൾ എന്നാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഗോള് ഐലൻഡ് എക്സ്പാൻഡ്, ഫുൾ അയൺ ആർമർ, ഡയമണ്ട് പിക്കാക്സ്, ഫൈൻഡ് വില്ലേജ്, സ്റ്റാർട്ടർ പീസ് ഗൈസ്. ഇതാണ് നമ്മുടെ 5 ഗോൾസ്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനെ തന്നെ തീർക്കും ഗൈസ്. ഇതഞ്ചെണ്ണം തീർത്ത് നമുക്കൊരു 5-6 എപ്പിസോഡിനകത്ത് നമുക്ക് 100 days കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെയുള്ള പുല്ലൊക്കെ വെട്ടിക്കണം ഗൈസ്. പുല്ലും ലീഫൊക്കെ വെട്ടാം. ഈ പുല്ലോട്ട് എങ്ങനെ സീഡ് കിട്ടി. പിന്നെ നമുക്ക് ഈ ലീഫ് കിട്ടുമ്പോൾ എങ്ങാനും സാപ്ലിങ് ഇച്ചിരി കൂടുതൽ കിട്ടിയല്ല, നമുക്ക് സാപ്ലിങ് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നത് ഫുൾ ഫ്രീ ആക്കാൻ ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു 6 സാപ്ലിങ് കിട്ടും ഗൈസ്. കുഴപ്പമില്ല, നമുക്കത് ഇവിടെയൊക്കെ നൈസായിട്ട് പ്ലാന്റ് ചെയ്ത് വെക്കാം ഗൈസ്. അപ്പം ഞാൻ ഇവിടെ ഈ സാപ്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് റൂവിൻ്റെ ബോട്ടിലുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി ഗൈസ്. അപ്പം ബാക്കി പ്ലാൻ ചെയ്യാം ഗൈസ്. സെറ്റാണ് ഗൈസ്. ഇതൊക്കെ നമുക്ക് വളർന്നുകൊണ്ട് വേണം വെട്ടി ഇവിടെ ഒരു സ്റ്റാർട്ടർ ബേസ് പണിയാം. ഇത് ഈ എപ്പിസോഡിനെ തന്നെ കാണാം ഗൈസ്. സ്റ്റാർട്ടർ ബേസ് നമ്മൾ മസ്റ്റായിട്ട് പണി ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു മരം വെട്ടാൻ മറന്നുമായിരുന്നു, എടുത്തിരിക്കാം സെറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഷവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യാനുള്ള മണ്ണ് നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ എടുക്കാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ ഗുഹ പോലെ വല്ല കുഴിച്ചെടുത്തിട്ട് ഇതിനകത്ത് തന്നെ സെറ്റാക്കാം. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ ഗൈസ്. ഗൈസ് അപ്പം നമുക്ക് എവിടെ കുഴിക്കാം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് താഴത്തോട്ട് മൈൻ ചെയ്തിട്ട് അവിടെ ഒരു വലിയ ബോക്സ് പോലെ കുഴിക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ ഞാൻ കുഴിക്കുന്നത് ഫുള്ള് കാണിക്കുന്നില്ല, അത് ബോറാവും. അപ്പോൾ നിങ്ങൾ പകുതിക്കാം ഗൈസ്. ഗൈസ് ഇപ്പം നൈറ്റായി, നമുക്ക് നൈസായിട്ട് ബ്ലോക്ക് വെച്ചിടക്കാം ഗൈസ്. ഇപ്പം രാവിലെ നമുക്കിനി മെയിലോട്ടോ നമ്മുടെ ഇപ്പോൾ ഇത്രയും ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യുന്ന ടൈം ലാപ്സ് കിട്ടുക ഗൈസ്. ഗൈസ് അത് മാത്രമല്ല നമ്മളിവിടെ കുറേ സാപ്ലിങ് നട്ട് വെച്ചായിരുന്നു എക്സ്പാൻഡ് ചെയ്യാൻ നടക്കും. പിന്നെ എനിക്കൊരു നോട്ടിൽ ചെല്ലി കിട്ടി ഒരു സോമിയെ കൊന്നപ്പോൾ ഗൈസ്. പിന്നെ നമ്മളിവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കി നമ്മളെ ചെസ്റ്റിനകത്ത് നമ്മുടെ ലൂട്ട് ഫുൾ അതിനകത്തോട്ട് മാറ്റിയായിരുന്നു ഗൈസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഗൈസ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഡേറ്റ് തയ്യാതെ വന്നപ്പോൾ നമ്മൾ ഈ കടലിലിരുന്ന് കുറച്ച് തോണ്ടിയെടുത്തായിരുന്നു ഗൈസ്. നമുക്ക് ഡേറ്റിന് ആവശ്യമാണ് ഗൈസ്. പിന്നെ വേറൊരു സോംബിയുടെ അതിനെ കൊന്നപ്പോൾ ഗൈസ് നോക്ക് ഗൈസ് എന്തോ താഴത്തോട്ട് പോയിരുന്നു ഗൈസ്. നമുക്ക് അങ്ങനെ നമ്മുടെ നോട്ടിൽ ചെല്ലും കിട്ടി നോക്ക് ഗൈസ് ലക്ക് ഗൈസ്. പിന്നെ നമ്മളതിൻ്റെ ഇടയ്ക്ക് ഗൈസ് ഇവിടെ ഒരു ഷീപ്പ് കണ്ട് ഞാനിപ്പോൾ സൗണ്ട് കേട്ട് അപ്പുറത്തോട്ട് കഴിഞ്ഞപ്പം ഗൈസ് അവിടെ വേറൊരു ഷീപ്പ് നിൽക്കുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ദിവസം തന്നെ 2 വൂൾ കിട്ടി ഗൈസ്. പിന്നെ നമ്മൾ ബാക്കി വന്ന വൂളല്ല മട്ടൺ നമ്മളെടുത്ത് ചൂടാക്കാൻ പറ്റി ഗൈസ്. അപ്പോൾ നമുക്കത് സെറ്റായി ഗൈസ്. പിന്നെ നമ്മൾ നേരത്തെ ഡേറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഒരു ചെറിയ കുരു വെച്ചില്ലായിരുന്നു ഗൈസ്. ഇന്നത്തെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്കെൽട്ടൺ സ്പൂണായി, എനക്കൊന്നപ്പോൾ ബോണായി. നമ്മൾ ഭൂമിയിലാക്കി സീഡ് വരാൻ വേണ്ടി ഇവിടെ ഫുള്ള് മുളക് സ്പ്രെഡ് ചെയ്ത് ഗൈസ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മഴ ഫുള്ള് ഞാൻ വെട്ടി ക്ലീനാക്കി ഐലൻഡ് ഫുൾ പ്ലെയിനാണ് ഗൈസ്. ഇനി നമുക്ക്
ഈ ബോക്സിനകത്തൊക്കെ സെറ്റാക്കി സിസ്റ്റം വെച്ച് നമ്മൾ ബാക്കിയുള്ള സാപ്ലിങ് നമുക്കവിടെ കറക്റ്റ് തന്നെയാണ് ഗൈസ്. അപ്പം ഫുൾ സെറ്റാക്കാം. ഇനി ഈ മരം ഞാൻ വെട്ടത്തില്ലേ, ഇത് നമ്മുടെ ഐലൻഡിന് വേണ്ടി വളരുന്ന മരമാണ് ഗൈസ്. അപ്പം അതെല്ലാം സെറ്റായി. അതിനിടയ്ക്ക് ഒരു വാണ്ടറിങ് ട്രൈഡർ വന്നു ഗൈസ്. പിന്നെ നമ്മുടെ നേരത്തെ വെച്ച മട്ട സെറ്റായി. നമുക്ക് വേറെ 2 ഷീപ്പും കൂടെ വന്നായിരുന്നു ഗൈസ്. നമ്മൾ അതിനെ കൊന്നപ്പോൾ സെറ്റായി. എൻ്റെ കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഗൈസ് ഇവിടെ ഒരു മരം സ്പോണായി ഗൈസ്. അപ്പം നമുക്ക് മൈനിങ് പോകാൻ ടൈമായി ഗൈസ്. അതിന് പിന്നെ നമുക്ക് ആ മരം ഇതാക്കി ചാർക്കോൾ റെഡിയാക്കാം. ചാർക്കോൾ നല്ല പറയണം ഗൈസ്. 2 നമ്മൾ 24 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു ഫർണസ് ഉണ്ടാക്കി കൈ വെച്ചേക്കാം. അവിടെ ചൈൻ നമുക്ക് മെഡിക്കേണ്ടി വന്ന ഇതാവശ്യം വരും ഗൈസ്. അപ്പം നമുക്ക് പോകാം ഗൈസ്. താഴത്തോട്ട് നമ്മൾ നേരത്തെ കുഴിച്ചിട്ട് കുഴിയുടെ അത് വാക്ക് കണ്ടിന്യൂ ചെയ്ത് കുഴിക്കാൻ തൊട്ട് ഗൈസ്. അപ്പോൾ താഴത്ത് കണ്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ കുഴിച്ച് താഴത്തോട്ട് പോകുന്ന ഒരു ഗൈസ് ഇവിടുന്ന് അയൻ കിട്ടി. നമ്മൾ വൈ ലെവൽ 13 എത്തി ഗൈസ്. അപ്പോൾ നമുക്ക് അയൻ കിട്ടി. ഏകദേശം ഇതായിരുന്നു തോന്നുന്നു എൻ്റെ ഇത് ഗൈസ്. അപ്പോൾ നമ്മൾ കുഴിച്ച് വെച്ച് താഴത്ത് -41 എത്തി ഗൈസ്. അപ്പം ഗൈസ് ഇനി നമുക്ക് ഇവിടെ ലൈറ്റ് വെച്ച് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് സെക്കൻഡ് ഡയമണ്ട് കിട്ടി ഗൈസ്. നമ്മുടെ ഈ അയൻ്റെ ആർമറിൽ അല്ല അയൻ്റെ പിക്കെക്സിലോട്ട് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് വാഷിക്ക് കൂടുതൽ അയൺ കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് ഫുൾ അയൺ ആർമറാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഗോൾ നിർത്താം. നമ്മൾ ഫസ്റ്റ് കൂടെ ഐലൻഡ് എക്സ്പാൻഡിങ് കഴിഞ്ഞ് ഗൈസ്. ഇനി നമുക്ക് തിരിച്ചു പോകാം. നമുക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇനി സ്മെൽറ്റ് ചെയ്തിട്ട് വരാം. നമുക്ക് അധികം കോളില്ലാത്തതുകൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ വെച്ചു. പിന്നെ 7 അയണേ കിട്ടിയുള്ളൂ ഗൈസ്. ഇപ്പോൾ പോകുന്നവർ എനിക്ക് പിന്നെ ഞാൻ കിട്ടി ഗൈസ്. നമ്മൾ തിരിച്ച് ഇപ്പുറത്തെ സൈഡ് കുഴിച്ച് വന്നപ്പോൾ അവിടെ ആയിരിക്കുന്നു. നമ്മുടെ മൊത്തം 26 അയണായിട്ടുണ്ട് ഗൈസ്. നമുക്കിനി അത് സ്മെൽറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 2-3 മരമൊക്കെ വളർന്ന് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ അയണൊക്കെ സ്മെൽറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ആ പ്ലാങ്കൊക്കെ സ്ലാബാക്കി വെച്ച് സ്മെൽറ്റ് ചെയ്യാം ഗൈസ്. നമുക്കിടെ കോളില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. പിന്നെ നമുക്ക് 2 മുട്ട പൊട്ടിച്ചതൊക്കെ നേരത്തെ കോഴിയുടെ നീട്ടുക ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ഫുള്ള് ഫാം ലാൻഡ് ആക്കാം. ഫുള്ളല്ല, ഒരു പകുതി ഫാം ലാൻഡ് ആക്കാം ഗൈസ്. ഇത് നേരത്തെ പൊട്ടിച്ച് സീഡൊക്കെ വെച്ച് നമുക്കിവിടെ ഫുള്ള് ഫാം ചെയ്യാം. ഫുഡിനൊക്കെ സെറ്റാകും ഗൈസ്. നമ്മുടെ അയണൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും ബൂട്ടും ഉണ്ടാകും ഗൈസ്. ചെസ്റ്റ് പ്ലേറ്റ് ഇട്ട് ലെഗിൻസ് ഇട്ട് ബൂട്ടിട്ടാ എന്നെ നോക്ക് ഗൈസ്. നമ്മുടെ രണ്ടാമത്തെ കോഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു ഹെൽമെറ്റിൻ്റെ കുറവും കൂടെ ഉള്ളൂ ഗൈസ്. ഒരു വാളും രാക്സും കൂടെ പിടിക്കുമ്പോൾ നോക്ക് ഗൈസ്. ഗൈസിന് നമുക്ക് ഇച്ചിടെ നമുക്ക് പോയാൽ ഇപ്പോൾ നമ്മുടെ ഈ അയണിൻ്റെ പിക്കെക്സൊക്കെ ആയിട്ട് നമുക്ക് പോയാൽ ബാക്കിയുള്ള ആ ഡയമണ്ട് കൂടെ എടുക്കാം ഗൈസ്. അപ്പം നമ്മളെ ഏകദേശം സെറ്റാകും ഗൈസ്. എന്നിട്ട് നമുക്ക് വില്ലേജ് കണ്ടിരിക്കും പോകാം ഗൈസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വെച്ച് ചാർക്കോളൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി അതുകൊണ്ട് ടോർച്ചാക്കാം. അപ്പോൾ നമ്മൾ 24 സ്പ്ലിറ്റ് ചെയ്ത് ഗൈസ്. അപ്പം നമുക്കിനി നേരത്തെ ഉണ്ടാക്കിയ ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് നമുക്കതിനകത്ത് ഇറങ്ങിപ്പോകാം ഗൈസ്. നമുക്ക് വെള്ളം ഒഴിച്ച് പോകാം. ഞാൻ ഇപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ചായ നമ്മൾ വെള്ളത്തിൽ പോയി വീഴുമായിരിക്കും. നമുക്ക് നോക്കാം. വെള്ളത്തിൽ വീണ്ടെങ്കിൽ നമുക്ക് എമർജി ട്രൈ ചെയ്യാം. ഇല്ല ഗൈസ്, നമ്മൾ വെള്ളത്തിൽ ലക്കുണ്ട് ഗൈസ്. അപ്പം നമുക്ക് താഴത്തോട്ട് പോകും ഗൈസ്. ഇവിടെ റെസ്റ്റ് ഒഴിക്കണം. നമുക്ക് തിരിച്ച് കയറി പോകുമ്പം റെസ്റ്റ് കൊടുക്കണം. നമ്മുടെ അയൻ്റെ വിക്കേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഗൈസ് ഇപ്പോൾ നമുക്ക് ഡയമണ്ട് എടുക്കാം ഗൈസ്. ആ വെള്ളം തീർന്നു ഗൈസ്. അപ്പം ഞാൻ ഫുൾ കാണിച്ച് മടിപ്പിക്കുന്നില്ല. നമുക്ക് ഉറക്കെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഡയമണ്ട് സെക്കൻഡ് ഡയമണ്ട് നമ്മുടെ ഹാർഡ് കോർ സീരീസ് ഇപ്പോൾ തീരുമെന്നാണ് തോന്നുന്നത്. ഇല്ല ഗൈസ്, നമ്മളങ്ങനെയൊന്നും വിട്ടുകൊടുക്കത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ റെഡ് സ്റ്റോൺ കിട്ടി, ഗോൾഡ് കിട്ടി. ഫുൾ ഗോൾഡാണ് ഗൈസ്. പിന്നെ അയൺ കിട്ടി ഗൈസ്. ഡയമണ്ട് നമ്മൾ അയൺ കുഴിച്ച് പോണതിനിടയ്ക്ക് വെച്ച് ഡയമണ്ട് കിട്ടി ഗൈസ്. ഡയമണ്ട് സെറ്റായി ഗൈസ്. ഇത് 3 ഡയമണ്ട് കിട്ടി ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇനി അയണുണ്ട്. നമുക്ക് അതും എടുത്തേക്കാം ഗൈസ്. അപ്പം അത് ഫുൾ സെറ്റായി. പിന്നെ ഗൈസ് നമ്മൾ കുഴിച്ച് വെച്ച് പോകുമ്പോൾ നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ ഒന്നും ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ലാവ പൊടുന്ന ലാവ എടുക്കും ഗൈസ്. അപ്പോൾ അവിടെ നെതർ പോർട്ടലിൻ്റെ കാര്യത്തിൽ പേടിക്കുന്നത് നമ്മൾ ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ പോകണം. നമുക്ക് വേണ്ട നമുക്ക് ഗൈസ് 5 ഡയമണ്ടായി. ഇതൊക്കെ തന്നെ സെറ്റാണ്. നമുക്ക് ജസ്റ്റ് പിക്ചർസ് ഉണ്ടാക്കാൻ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ ഗൈസ്. നമുക്കിനിപ്പോൾ റെഡ് സ്റ്റോൺ എടുക്കാം. എന്നിട്ട് മേലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമുക്കിങ്ങനെ കയറിപ്പോകും പതുക്കെ ഗൈസ്. ഇപ്പോൾ റെഡ് സ്റ്റോണിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇവിടെ കയറി നിൽക്കാം.
കേസ് റെഡ് സ്റ്റോൺ കൊണ്ട് വെട്ടിയെടുത്തേക്കാം. ഗൈസ് നോക്ക് ഗൈസ്, നമുക്ക് വൈ ലെവൽ -14 നമുക്ക് അടുത്ത ഡയമണ്ട് കിട്ടി ഗൈസ്. ഗൈസ് 2 ഉണ്ടായിരുന്നെങ്കിൽ ഗൈസ് നമ്മൾ രക്ഷയിട്ട്. ഗൈസ് നമ്മളിപ്പം 7 ഡയമണ്ട് ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. 2 കിട്ടുന്നേ കൊള്ളായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് മേളിലെത്തി. അപ്പം ഇനി നമുക്ക് ഗൈസ് ഗൈസ് നോക്ക് ഗൈസ്, എൻ്റെ എന്തുവാ 7 ഡയമണ്ടാണ്. റിച്ച് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മൾ ഇത്ര റിച്ച് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ പോകുന്നുണ്ട് ബെഡ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് പിക്ചേക്സ് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ 3rd ഗോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ പറയുന്ന പോലെ നമ്മുടെ എല്ലാ ഗോളും കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഗൈസ്. നോക്ക് ഗൈസ്, നമ്മൾ പറഞ്ഞ നമ്മുടെ 3ാമത്തെ ഗോൾ ഡയമണ്ട് പിക്ചേക്സ് ഗൈസ്. പിന്നെ നമ്മൾ ഡബിൾ ചെസ്റ്റ് ആക്കി നമ്മുടെ ബാക്കി വന്ന സാധനം പിടിച്ച് വെച്ച് ഗൈസ്. അപ്പം അതല്ല സെറ്റ്. പിന്നെ നമ്മുടെ അയണും സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് അത് സ്മെൽറ്റായി ഗൈസ്. നമ്മുടെ ഹെൽമെറ്റും ഉണ്ടായി ഗൈസ്. ഇപ്പോൾ നമ്മുടെ സക്സസ്ഫുള്ളി നമ്മുടെ 3 ഗോളും കംപ്ലീറ്റ്. ഇനിയുള്ള 2 ഗോളുകൾ ഗൈസ്. അതിന് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാനും പോകണം. പിന്നെ വില്ലേജ് ലൂട്ടൊക്കെ കൊണ്ടുപോകാനും. പിന്നെ ഗൈസ് നമ്മുടെ സ്റ്റാർട്ടർ ബേസും വാങ്ങണം. അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ യെല്ലോ ബെഡ് വെച്ച് ഗൈസ് ഫസ്റ്റ് ഡേ സ്ലീപ്പ് ചെയ്ത് ഗൈസ്. സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ് ഗൈസ്. അപ്പം നമ്മൾ മോർണിംഗ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകുന്ന ടൈമായി. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഫസ്റ്റ് ബ്ലോക്ക് പൊട്ടിച്ച് നമുക്ക് അവിടെ കട്ടിൻ്റെ അവിടെ സൈഡിലായിട്ട് വരാൻ പറ്റും ഗൈസ്. നമ്മുടെ സ്റ്റാർട്ടർ ബേസ് പണിയുമ്പം അതിനകത്തോട്ട് മാറ്റാം. അതുവരെ ഇത് വിട്ടിരിക്കട്ടെ ഗൈസ്. അപ്പം അത് സെറ്റ് ഗൈസ്. പിന്നെ നമ്മുടെ അയൺ കൊണ്ട് നമുക്കൊരു അയൻ്റെ ആക്സിഡൻ്റ് ഉണ്ടാക്കി നമുക്ക് അവിടെ പോയാൽ മരം വെട്ടാൻ ആവശ്യം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് അധികം മരം ഞാൻ വെട്ടുന്നില്ല. നമുക്ക് അവിടെ നിന്ന് തന്നെ പോയി തരാം ഗൈസ് മരം ഫുള്ള് ഗൈസ്. അപ്പോൾ നമ്മുടെ ബോട്ട് ഉണ്ടാക്കി ഗൈസ്. ഇപ്പോൾ ബോട്ട് ഉണ്ടാക്കാൻ നമ്മൾ ഷോല് വേറെ ഉണ്ടാക്കണ്ടായിരുന്നു. നേരത്തെ എങ്ങനെ ഉണ്ടാക്കണമായിരുന്നല്ലോ ഗൈസ്. പുതിയ അപ്ഡേഷൻ വന്നിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ പോകും ഗൈസ്. ഇനി വില്ലേജ് എത്തിയിട്ട് കാണാം. ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ വില്ലേജിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ വില്ലേജിൻ്റെ കോർണേഴ്സ് ഞാൻ കണ്ടുപിടിച്ചെന്നറിയാൻ നമ്മുടെ ചങ്ക് വയസ്സ് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട് ഗൈസ്. നമ്മൾ കണ്ടു നോക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും ആദ്യത്തെ ക്ലിപ്പ് എന്താ ഫുൾ ഇല്ലാത്തതെന്ന് ഗൈസ് പകുതി വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അപ്പം ഞാൻ വില്ലേജിൽ നിന്ന് ഏകദേശം ലൂട്ടൊക്കെ കളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മരം ഫുള്ള് വെട്ടിത്തിരുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ ഈ വില്ലേജിൽ അത്യാവശ്യം എനിക്ക് വേണ്ടത്ര മരം ഞാൻ ഫുള്ള് വെട്ടിത്തിരുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് തിരിച്ചു പോവാം ഗൈസ്. ഞാൻ തിരിച്ചു പോകുന്ന വഴി ഒരു രാമക്കുഞ്ഞ് ഗൈസ്. എൻ്റെ കാലിൻ്റെ അത്രയും പോലും ഇല്ലത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. നമ്മൾ വന്നപ്പം ആ റൂമിൻ്റെ ബോട്ടിൽ കയറിയില്ലായിരുന്നു ഗൈസ്. നമുക്കിപ്പോൾ പോയി ആ ബോട്ടിലിനകത്ത് ഇരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടോ നമുക്ക് വല്ല ഒബ്സിഡിയൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ലല്ലോ ഗൈസ്. ഇപ്പം ഗൈസ് നീ ഇവിടെ എത്തിയപ്പോൾ മഴ പെയ്തു ഗൈസ്. അപ്പോൾ അവിടുന്ന് സോംബിയും മണ്ണുണ്ട് ഗൈസ്. ഇപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ചാവും ഇല്ല വേസ്റ്റ് ആവത്തില്ല. ഈ ഹാർഡ് കോർ ഞാൻ ഡ്രാഗനല്ല ചാകത്തില്ല ഗൈസ്. അപ്പോൾ ഒരു ഗോൾഡൻ ആപ്പിളും പിന്നെ മറ്റേ ഫയർ ബോളും ട്വിൻറ്റാൻ സ്റ്റീലും മാത്രമേ ഉള്ളൂ ഗൈസ്. ഷോ കഷ്ടകരമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി തിരിച്ച് ബേസ് എത്തിയിട്ട് കാണാം ഗൈസ്. ഞാൻ ഇവിടെ നിന്നുള്ള തുഴ തുടങ്ങി ഇനി നമുക്ക് നമ്മുടെ ബേസിൽ എത്തണം ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എത്തി ഗൈസ്. ഇവിടെ ഒരു ഷീപ്പ് കിടപ്പുണ്ട്, ഒരു ഷീപ്പ് ചത്തും കിടപ്പുണ്ട് ഗൈസ്. അതങ്ങനെ ചത്തും എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം അതോടെ സെറ്റ് ഗൈസ്. അപ്പം നമുക്ക് സ്റ്റാർട്ടർ ബേസ് പണിയാനുള്ള ടൈം ആയിട്ടുണ്ട് ഗൈസ്. അതിന് വേണ്ടി നമുക്ക് ഇവിടെയുള്ള പൊട്ടറ്റോ മൊത്തം അവിടെ നിർത്താൻ മൊത്തം നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി അത് വളരട്ടെ ഗൈസ്. ഞാൻ പിന്നെ വില്ലേജിൽ നിന്ന് വന്നപ്പോൾ 1-2 പന്നീരെ കൊണ്ടിട വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് ഫുൾ റെഡിയായി ഗൈസ്. ഇനി നമുക്ക് അവിടെ നിന്ന് കൊണ്ട് ലൂട്ട് ഫുൾ സെറ്റാക്കാം ഗൈസ്. ഇനി നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ ടൈം ലാപ്സ് കണ്ടിട്ടാം
ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ സ്റ്റാർട്ടർ ബേസ്. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ഫുള്ള് സാധനം നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ ബേസിനകത്തോട്ട് മാറ്റാം. ഗൈസ്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ ഇവിടെ, ഫർണസ് ഇവിടെ, ബെഡ് ഇവിടെ, നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. പിന്നെ നമുക്ക് ചെസ്റ്റ് ഇങ്ങോട്ട് മാറ്റാം ഗൈസ്. നമ്മുടെ ചെസ്റ്റ് വെച്ച് വാൾ സെറ്റ് ഗൈസ്. പിന്നെ നമ്മുടെ രണ്ടാം ചെസ്റ്റ് തിരിച്ചു വെക്കാം ഗൈസ്. ഇതിനകത്ത് ബ്ലോക്സും ഫുഡ്സൊക്കെ വെക്കാൻ വേണ്ടി മറ്റേനകത്ത് പ്രഷർ സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ ഗൈസ്. നമ്മൾ പറഞ്ഞ 5 ഗോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത്ര നേരം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.